UFO, ഏലിയൻ ക്രാഫ്റ്റ്, സ്പേസ് ഷിപ്പ്, ടൈം ട്രാവൽ ഇങ്ങനെ ഭൂമിക്കപ്പുറമുള്ള കുറേയധികം കാര്യങ്ങൾ നൂറ്റാണ്ടുകളായി മനുഷ്യർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിസ്മയത്തോടെയും ആകാംക്ഷയോടെയും നമ്മൾ കേട്ടിരിക്കാറുമുണ്ട്. ഇങ്ങനെ പതിറ്റാണ്ടുകളായി ലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഒന്നാണ് ഏരിയ 51. ഒരാൾക്കും എത്തിച്ചേരാൻ കഴിയാത്ത നിഗൂഢമായ ഒരു സ്ഥലം, ഭൂമിയിൽ അന്യഗ്രഹ ജീവികളുടെ വാസസ്ഥലം. ആഗോളതലത്തിൽ വീണ്ടും ഏരിയ 51 ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇതിന് വഴിവെച്ചതാകട്ടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ നടത്തിയ ഒരു വെളിപ്പെടുത്തലും. ഏരിയ 51നെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ചില മിഥ്യാധാരണകൾ തിരുത്തുന്നുമുണ്ട് അദ്ദേഹം. കൂടുതൽ അറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയിലെ നെവാഡയിലെ ഗ്രൂം ലേക്ക് എന്ന സ്ഥലത്തെ കള്ളിമുൾ ചെടികളും പാറക്കെട്ടുകളും നിറഞ്ഞ ഒരു മരുഭൂ പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും കനത്ത സുരക്ഷയുള്ള ഏരിയ 51. നിയന്ത്രണങ്ങൾ എഴുതിയ സൈൻ ബോർഡുകളല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെയില്ല. ദശകങ്ങളായി ഇവിടെ UFOകളും അന്യഗ്രഹ ജീവികളും ഒളിച്ചിരിക്കുന്നുവെന്ന കോൺസ്പിറസി തിയറികൾ പ്രചാരത്തിലുണ്ട്. 1947 റോസ്വെൽ സംഭവം മുതൽ പലരും വിശ്വസിക്കുന്നത് തകർന്നു വീണ UFOകളും ഏലിയൻ ബോഡികളും ഇവിടെ സൂക്ഷിക്കുന്നുവെന്നാണ്. കാലാവസ്ഥ നിർണ്ണയിക്കാൻ വിട്ട വെതർ ബലൂണുകൾ പൊട്ടി വീണതാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ആളുകൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. 1989 കോൺസ്പിറസി തിയറികൾ കൂടുതൽ ശക്തമായത്. ഏരിയ 51 ജോലി ചെയ്തിരുന്ന റോബർട്ട് ലാസർ എന്നയാൾ അവിടെ 9 അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ടെന്നും ഏലിയൻസിനെ തടവിലാക്കി പരീക്ഷണങ്ങൾ നടത്തുകയാണെന്നും അവകാശപ്പെട്ട് രംഗത്തെത്തി. ഈ അവകാശവാദങ്ങൾക്ക് തെളിവുകളൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ലോകത്തിന്റെ കണ്ണുകൾ ഏരിയ 51ലേക്ക് തിരിഞ്ഞു. 2013 മാത്രമാണ് CIA ഔദ്യോഗികമായി ഏരിയ 51ന്റെ നിലനിൽപ്പ് സ്ഥിരീകരിച്ചത്. ഏരിയ 51 അഥവാ നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക പരിശീലന കേന്ദ്രമാണെന്നും രാജ്യസുരക്ഷ മുൻനിർത്തിയുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നും CIA വെളിപ്പെടുത്തി. എന്നിരുന്നാലും ഏലിയൻ കോൺസ്പിറസികൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടേയിരുന്നു. ബറാക് ഒബാമ അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയത്. അമേരിക്കൻ പൊളിറ്റിക്കൽ യൂട്യൂബറും പോഡ്കാസ്റ്ററുമായ ബ്രയാൻ ടൈലർ കോഹനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവ യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു ഒബാമയുടെ മറുപടി. പക്ഷേ ഏരിയ 51ലെ രഹസ്യ ബങ്കറുകളിൽ അവരെ ഒളിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ പ്രസിഡന്റായിരുന്ന കാലയളവിൽ അത്തരമൊരു ഭൂഗർഭ സംവിധാനമോ അന്യഗ്രഹ ജീവികളെയോ അവിടെ കണ്ടിട്ടില്ലെന്ന് ഒബാമ വ്യക്തമാക്കി. അഥവാ അങ്ങനെ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റിനെ പോലും മറച്ചുവെച്ച ഒരു ഗൂഢാലോചനയായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇതാദ്യമായാണ് ഒബാമ വിഷയത്തിൽ ഇത്ര കൃത്യവും വ്യക്തവുമായ പ്രതികരണം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം നിഷേധിക്കുന്നില്ലെങ്കിലും ഏരിയ 51നെ ഒരു ഏലിയൻ ഹബ്ബായി കാണുന്നതിനെ ഒബാമ എതിർക്കുന്നുണ്ട്. ഇതാദ്യമായല്ല അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഒബാമ സംസാരിക്കുന്നത്. 2021 ഒരു TV ഷോയിൽ ഇത് സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. പ്രസിഡന്റ് ആയിരുന്നപ്പോൾ UFOകളെ കുറിച്ച് അന്വേഷിച്ചു. ഏലിയൻ സ്പെസിമെൻസോ സ്പേസ് ഷിപ്പോ ഒന്നുമില്ല. പക്ഷേ ആകാശത്ത് വിശദീകരിക്കാനാവാത്ത ചില വസ്തുതകൾ ഉണ്ടെന്നും ഏലിയൻസിനെ കുറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഒരു മുൻ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ പറയുമ്പോൾ US ഗവൺമെന്റിന്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയരുകയാണ്. അടുത്തിടെ അമേരിക്കൻ പാർലമെന്റിൽ നടന്ന UFO ചർച്ചകളും ഏരിയ 51നെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് ആക്കം കൂട്ടി. ഒബാമയുടെ ഈ അഭിമുഖം യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്. ഒബാമ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നിങ്ങനെയുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു. അമേരിക്കൻ സർക്കാർ ഇന്നും ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഔദ്യോഗികമായി ഗ്രൂം ലേക്ക് US എയർഫോഴ്സിന്റെ കീഴിലാണ്. ഇങ്ങനെ ഒരു സ്ഥലം ഭൂപടത്തിലുണ്ടെന്ന് പോലും വർഷങ്ങളായി അമേരിക്ക സമ്മതിച്ചിരുന്നില്ല. ഏരിയ 51 എന്ന പേര് CIA വഴി ലോകത്തിന് മുന്നിൽ എത്തുന്നതുവരെ കെട്ടുകഥകൾ മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ലോകം കാണാത്ത യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളും എന്നെയുന്ന അമേരിക്കയുടെ പ്രതിരോധ രഹസ്യമായി ഏരിയ 51നെ വിലയിരുത്തുന്നവരുമുണ്ട്. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഏരിയ 51 അതേ രഹസ്യാത്മകതയോടെ ഇന്നും നിലനിൽക്കുന്നു.